ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? നമുക്കിന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ നോക്കിയാലോ? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ്. നമ്മുടെ പാലക്കാട് മുളക് പുളി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കിട്ടിയിട്ടുണ്ട് വറുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടി ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കരിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീൻചട്ടിയിൽ കടുകും ഉലുവയും പൊട്ടിക്കുക കേട്ടോ. അതിന് ശേഷം ചെറിയുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വരട്ടെ. കണ്ടേ, ഇങ്ങനത്തെ ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് എന്താ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല. നത്തോലിയെക്കാട്ടിലും വലിയ മീനാണ് കേട്ടോ, നാട്ടിൽ കിട്ടുന്ന നത്തോലിയെക്കാട്ടിലും. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്ന ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. അതിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയായി. നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ കൂടെ ഒരു കായപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതാ ഉപ്പേരിക്കായിട്ട് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂപ്പിച്ചു കേട്ടോ. കടുക് പൊട്ടിച്ച ശേഷം വെളിച്ചെണ്ണയിൽ സവാള, വറ്റൽമുളക്, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുപയർ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് 4 വിസിൽ വരുത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ മീനുകൾ വറുത്തെടുത്തു. അപ്പോൾ ഇന്ന് ഇതായിരുന്നു ലഞ്ച്. നമ്മുടെ ചോറ്, നമ്മുടെ പാലക്കാട് സ്റ്റൈൽ മുളക് വറുത്ത പുളി, ചെറുപയർ ഉപ്പേരി, മീൻ വറുത്തത് കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.